എല്ലാവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗമാണ് നോക്കാം. ഹിയർ ആർ സം പീപ്പിൾ ഹു മെയ്ഡ് ഇറ്റ് ബിഗ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓഥർ. അരുണിമ സിംഹ, the first female amputee to climb Mount Everest. Ravindra Jain, Indian music composer, lyricist and playback singer. നോക്കാം. The story of my life. In the beginning of my life was simple and much like every other little life. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മറ്റെല്ലാ ചെറിയ ജീവിതങ്ങളെ പോലെ ലളിതമായിരുന്നു. I came, I saw, I conquered, as the first baby in family always does. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. Okay. There was the usual amount of discussion on name for me. എനിക്കായി ഒരു പേരിനെ കുറിച്ചുള്ള ചർച്ചകൾ പതിവായിരുന്നു. The first baby in the family was not to be lightly named. Everyone has emphatic about that. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിന് നിസ്സാരമായി പേരിടാൻ പാടില്ലായിരുന്നു. എല്ലാവരും അത് ഊന്നി പറയുന്നു. My father suggested the name of Mildred Campbell. മിൽഡ്രഡ് ക്യാമ്പലിൻ്റെ പേര് അച്ഛൻ നിർദ്ദേശിച്ചു. She was one of our highly esteemed ancestors. അപ്പം അവർ ഞങ്ങളുടെ വളരെ ബഹുമാനിക്കപ്പെടുന്ന പൂർവികരിൽ ഒരാളായിരുന്നു. ഓക്കെ. ബട്ട് ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. പക്ഷേ എന്നെ ചർച്ചിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആവേശത്തിൽ അച്ഛൻ വഴിയിൽ വെച്ച് പേര് മറന്നു. When the church minister asked him for it, he gave the name Helen Adams. അപ്പോൾ ചർച്ച് മിനിസ്റ്റർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഹെലൻ ആഡംസ് എന്ന പേര് നൽകി. ഓക്കെ. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഹൗ ഡിഡ് ഹെലൻസ് ഗെറ്റ് ഹെർ നെയിം? ഹെലന് അവളുടെ പേര് കിട്ടിയത് എങ്ങനെ? ഹെലൻ ഗോട്ട് ഹെർ നെയിം വെൻ ഹെർ ഫാദർ ഇൻ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് ഹെർ ടു ചർച്ച് ഫോർഗോട്ട് ദ നെയിം ഹാഡ് ചൂസൺ ഫോർ ഹെർ മിൽഡ്രഡ് ക്യാമ്പൽ ആൻഡ് ഗേവ് ഹെർ ദ നെയിം ഹാവ് ഹെലൻ ആഡം ഇൻസ്റ്റഡ്. ഓക്കെ. ക്വസ്റ്റ്യൻ ആൻസർ തരാട്ടോ, അതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഐ ഷോഡ് മെനി സൈൻസ് ഓഫ് എൻ ഈഗർ സെൽഫ് അസർട്ടിങ് ഡിസ്പൊസിഷൻ വെൻ ഐ വാസ് സ്റ്റിൽ എ ബേബി. ഞാനൊരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ജിജ്ഞാസയും ആത്മവിശ്വാസവുമുള്ള സ്വഭാവത്തിൻ്റെ പല അടയാളങ്ങളും ഞാൻ കാണിച്ചു. I insisted upon imitating everything that I saw other people doing. മറ്റുള്ളവർ ചെയ്യുന്നതും കാണുന്നതുമെല്ലാം ഞാൻ അനുകരിക്കാൻ തുടങ്ങി. At 6 months I could pipe out how D A. One day I attracted everyone attention by saying T T T quite plainly. ഒരു ദിവസം 6 മാസത്തിനുള്ളിൽ എനിക്ക് ഹൗ ഡി ഇ എന്ന് ഉച്ചരിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ ടി ടി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ്, എൻ്റെ അസുഖത്തിന് ശേഷവും ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. ശേഷവും ആദ്യ മാസങ്ങളിൽ ഞാൻ പഠിച്ച വാക്കുകൾ ഒന്ന് ഞാൻ ഓർത്തു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അത് വാട്ടർ എന്ന വാക്കായിരുന്നു. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദ വേർഡ് ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. മറ്റെല്ലാ സംസാരവും നഷ്ടപ്പെട്ട ശേഷവും ഞാൻ ആ വാക്ക് ഉച്ചരിക്കുന്നത് തുടർന്നു. ഐ സ്റ്റോപ്ഡ് മേക്കിംഗ് ടു സൗണ്ട് വാ വാ ഓൺലി വെൻ ഐ ലേൺഡ് ടു സ്പെൽ ദ വേർഡ്. ആ വാക്കിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചപ്പോൾ മാത്രമാണ് വാ വാ എന്ന ശബ്ദം ഉണ്ടാകുന്നത് ഞാൻ നിർത്തിയത്. ഓക്കെ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡസ് ഹെലൻ സേ ഷീ ഷോവ്ഡ് മെനി സൈൻ ഓഫ് എൻ ഈഗർ സെൽഫ് അസർട്ടിങ് ഡിസ്പൊസിഷൻ? എന്താ വെച്ചാൽ
ആത്മവിശ്വാസമുള്ള സ്വഭാവ സവിശേഷതകൾ താൻ പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഹെലൻ പറയുന്നത് എന്തുകൊണ്ട്? എന്താണ്? ഹെലൻ ഷോഡ് മൈ സൈൻ ഓഫ് എൻ ഈഗർ സെൽഫ് അസർട്ടിങ് disposition because as a baby she would insist of imitating everything she saw other doing and would even try to say word she had learned. ഓക്കെ, അതാണ് ആൻസർ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. They tell me I walked the day I was a year old. ഒരു വയസ്സായ ദിവസം തന്നെ ഞാൻ നടന്നു എന്ന് അവർ എന്നോട് പറയുന്നു. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൻ മീ ഔട്ട് ഓഫ് ബാത്ത് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹർ ലാമ്പ്. അമ്മ എന്നെ ബാത്തബിൽ നിന്ന് എടുത്ത് മടിയിൽ കിടത്തുകയായിരുന്നു. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിംഗ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. മിനുസമാർന്ന തറയിൽ സൂര്യപ്രകാശത്തിൻ്റെ നൃത്തം ചെയ്യുന്ന ഇലകളുടെ മിന്നുന്ന നിഴലുകൾ എന്നെ പെട്ടെന്ന് ആകർഷിച്ചു. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. ഞാൻ അമ്മയുടെ മടിയിൽ നിന്ന് വഴുതി അതിൻ്റെ അടുത്തേക്ക് ഓടി. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. എന്നാൽ ശക്തമായ ആഗ്രഹം പെട്ടെന്ന് ഇല്ലാതായി. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹെർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹെർ ആംസ്. ഞാൻ വീഴുകയും അമ്മ എന്നെ എടുക്കാൻ വേണ്ടി ഞാൻ കരയുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. എന്താണ്? ഈ സന്തോഷ ദിനങ്ങൾ അധികം നാൾ നീണ്ടു നിന്നില്ല. ഓക്കെ, ജസ്റ്റ് 1 year, കേവലം ഒരു വർഷം. വൺ ബ്രീഫ് സ്പ്രിംഗ് when the robin and the mockingbird sang their melodious song. റോബിൻ പക്ഷിയും മോക്കിംഗ് ബേർഡും അവരുടെ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച ഒരു ചെറിയ വസന്തം. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. റോസാപ്പൂക്കളും പഴങ്ങളുമുള്ള ഒരു വേനൽക്കാലം. എൻ ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. സ്വർണ്ണ നിറമുള്ള പഴങ്ങൾ നിറഞ്ഞ ഇല പൊഴിയുന്ന ഒരു ശരത്കാലം. ഇറ്റ് ഹാപ്പൻ ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. ശരത്കാലത്തിൻ്റെ മധ്യത്തിൽ ഫെബ്രുവരിയിലാണ് അത് സംഭവിച്ചത്. I was struck by the illness which closed both my eye and ear forever. എൻ്റെ കാഴ്ചയും കേൾവിയും എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയ ഒരു അസുഖം എന്നെ ബാധിച്ചു. The doctor thought I would not live. ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർ കരുതി. But early one morning the fever left me. എന്നാൽ പ്രഭാതത്തിൽ പനി എന്നെ വിട്ടുപോയി. There was a great rejoicing in the family that morning. അന്ന് രാവിലെ കുടുംബത്തിൽ വലിയ സന്തോഷമൊക്കെ ആയിരുന്നു. But no one, not even the doctor. പക്ഷേ ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു. നോ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. എനിക്ക് ഇനി ഒരിക്കലും കാണാനോ കേൾക്കാനോ ചെയ്യില്ലെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഓക്കെ, ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ്ന്റ് ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ്? എന്താണ്? ഹെലൻ്റെ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല എന്തുകൊണ്ട്? ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡ്ന്റ് ലാസ്റ്റ് ലോങ് ബിക്കോസ് ഷീ വാസ് സ്ട്രക്ക് ബൈ എൻ illness which left her blind and deaf forever. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവിടെ. വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻസ് ഇൻ ഫെബ്രുവരി? അതിൻ്റെ ആൻസർ, ദ ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ഹെലൻസ് ഇൻ ഫെബ്രുവരി വാസ് എൻ ഇൽനെസ് ദാറ്റ് ക്ലോസ്ഡ് ബോത്ത് ഹെർ ഐ ആൻഡ് ഇയർ ഫോർ എവർ. ഓക്കെ, ഇതിൻ്റെ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. ആ അസുഖത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം നിറഞ്ഞ ഓർമ്മകൾ ഇപ്പോഴും എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദേഴ്സ് ട്രൈഡ് ടു സ്മൂത്തി മീ ടു മൈ വേക്കിംഗ് ഹവേഴ്സ്. ഞാൻ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ അമ്മ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. Also remember the pain and confusing with which I woke up after a disturbed sleep.
അസ്വസ്ഥമായ ഉറക്കത്തിന് ശേഷം ഞാൻ ഉണർന്നപ്പോൾ ഉണ്ടായ ആ വേദനയും ആശയക്കുഴപ്പവും ഞാൻ ഓർക്കുന്നു. ഐ ടേൺ മൈ ഐസ് എവേ ഫ്രം ദ വോയിസ് ലൗഡ് ലൈറ്റ്. ഒരിക്കൽ സ്നേഹിച്ച വെളിച്ചത്തിന് ഞാൻ കണ്ണുകൾ തിരിച്ചു. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ് ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ, ലൈക്ക് എ നൈറ്റ്മെയർ. ഒരിക്കൽ സ്നേഹിച്ച വെളിച്ചത്തിൽ നിന്ന് ഞാൻ കണ്ണുകൾ തിരിച്ചു. പക്ഷെ ആ ക്ഷീണകമായ ആ ഓർമ്മകൾ ഒഴികെ എല്ലാം ഒരു പേടിസ്വപ്നം പോലെ വളരെ യാഥാർത്ഥ്യമായി തോന്നുന്നു. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് that surrounded me. പതിയെ എനിക്ക് ചുറ്റും നിശബ്ദതയും ഇരുട്ടും ശീലമായി. ഓക്കെ, എല്ലാം വളരെ വ്യത്യസ്തമായെന്ന് ഞാൻ പൂർണ്ണമായും മറന്നു. I forgot completely that it had all been very different. It was my mother, teachers who changed everything and set my spirit free. എൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കിയതും എൻ്റെ അധ്യാപികയായിരുന്നു. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബോർഡ് ഗ്രീൻ ഫീൽഡ്, എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ദം ഔട്ട്. പിന്നെ എന്നാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസങ്ങൾ വ്യത്യസ്തമായിരുന്നു. വിശാലവും പച്ചപ്പും വയലുകളും തിളങ്ങുന്ന ആകാശങ്ങളും മരങ്ങളും പൂക്കളും എല്ലാം ഞാൻ കണ്ടു. പിന്നാലെ വന്ന ഇരുട്ടിന് അവയെ മുഴുവനായി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി വൈ വേർ ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കില്ലേഴ്സ് ലൈഫ് ഡിഫറെൻറ്റ്. അപ്പം അതിന് ആൻസർ, എന്തുകൊണ്ടാണ് ഹെലൻ കില്ലറിൻ്റെ ആദ്യത്തെ 19 മാസത്തെ ജീവിതം വ്യത്യസ്തമായിരുന്നു എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കില്ലേഴ്സ് ലൈഫ് were different because it's during the time she was able to see and hear the world around her about. After the illness, she lost those sense and her in life become very different as a result. Okay, ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ അവിടെ തന്നിട്ടുണ്ടോ. ഹൗ ഡിഡ് ഹെലൻസ് ഗെറ്റ് ഹെർ നെയിംസ്? Why does Helen see the showed many sign of a eager self-asserting disposition? ജിജ്ഞാസയും ആത്മവിശ്വാസവുമുള്ള സ്വഭാവ സവിശേഷതകൾ താൻ പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഹെലൻ പറയുന്നത് എന്തുകൊണ്ട്? വൈ ഡിഡ് ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ്? എന്താണ് ഹെലൻ്റെ സന്തോഷം അധികനാൾ നീണ്ടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പിന്നെ വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻസ് ഇൻ ഫെബ്രുവരിയിൽ ഹെലനുണ്ടായ ദുരന്തം എന്താണ്? വൈ വേർ ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻസ് കില്ലേഴ്സ് ലൈഫ് ഡിഫറെൻറ്റ്? എന്തുകൊണ്ടാണ് ഹെലൻ കില്ലറിൻ്റെ ആദ്യത്തെ 19 മാസത്തെ ജീവിതം വ്യത്യസ്തമായതെന്ന് പറയുന്നത്? ഓക്കെ, അതൊക്കെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഹെലൻ കെല്ലർ എന്താണ്? വാസ് ബോൺ ഇൻ അൽബാമ, USA. ഓക്കെ, അലബാമ. Okay, Helen Keller, 1880-1968, was born in Alabama, USA. She lost her sight and hearing 19 months after birth due to the diagnosis brain diseases. She went on to become the first differently blinded person to graduate in America. She was considered one of 100 most influential people in the country. Today, Helen Keller is a symbol of determination, endurance, and struggles. Her autobiography, The Story of My Life, is recorded of her struggle and success. Okay. ഇനി ആക്ടിവിറ്റി 1 പറയുന്നത്, ദേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ഈവൻ ഇൻ ഏർലി ലൈഫ് ടു Helen Keller, but she is not able to put them in order. Read the passage once again and help write in following in the correct order. എന്താണ് ഹെലൻ കെല്ലറുടെ ആദ്യ ജീവിതത്തിലെ സംഭവങ്ങൾ പട്ടികപ്പെടുത്താൻ ദേവ് ശ്രമിക്കുന്നു. എന്നാൽ അവനത് കഴിയുന്നില്ല. ഒന്നും കൂടി പാരഗ്രാഫ് വായിച്ചിട്ട് അവനെ ശരിയായ ക്രമത്തിൽ എഴുതാൻ അവനെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ആൻസർ ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. ആദ്യം നടന്ന സംഭവങ്ങൾ എഴുതുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വന്ന് ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ ദ പാസേജ്. യു മേ ഓൾസോ ഗീവ് വൺ ഓഫ് അവർ ഓൺ. ഓക്കെ,
എന്താണ് സൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വന്നിട്ട് സം സീസൺ ആർ മെൻഷൻ ഇൻ ദ പാസേജ്, റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി കോളം ഗിവൺ ബിലോ. അപ്പം അവിടെ കുറച്ച് സീസൺ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതവിടെ തന്നിട്ടുണ്ട്. എന്താ വസന്തകാലം, വേനൽക്കാലം, ശരത്കാലം, ശീതകാലം. ഓക്കെ, അതവിടെ നോക്കി എഴുതാം. പിന്നെ ഹൗ മെനി സീസൺ ഡു ഹാവ് ഇൻ ഇന്ത്യ, അപ്പോൾ എത്ര സീസൺ ഉണ്ട്? 6 സീസൺ ഉണ്ട് അല്ലേ? അതിവിടെ തന്നിട്ടുണ്ട്, അതവിടെ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സും നിങ്ങളോട് ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യാം. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വന്നിട്ട് ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു have got an opportunity to talk to Helen Keller's mother's Kate Keller. What question would you like to ask her? നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യനാണ് ഹെലൻ കില്ലറുടെ അമ്മയോട് ചോദിക്കുക, നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആണെങ്കിൽ എന്ന്. അപ്പോൾ അത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫസ്റ്റ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹെലൻസ് ഹാഡ് ലോസ്റ്റ് ഹെയർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് അറ്റ് സച്ച് എ യങ് ഏജ്? ഓക്കെ, അത് ഓരോന്നും അവിടെ തന്നിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് എല്ലാവരും ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് വേർഡ് മീനിങ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും വേർഡ് മീനിങ് പഠിക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. ഓക്കെ, എല്ലാ വേർഡ് മീനിങ്ങും പുതിയ വേർഡ് മീനിങ് പഠിക്കണം. അത് ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. അതെല്ലാവരും നോട്ടിലേക്ക് എഴുതുക, പഠിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠം. ഇനി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.